കരിങ്കൊടി വീശി എന്ന് പറയുന്നത് സുപ്രീം കോടതി പോലും കഴിഞ്ഞ ദിവസം ചോദിച്ചു, നമ്മൾ കേട്ടില്ലേ? കരിങ്കൊടി വീശുക എന്ന് പറയുന്നത് അത്രയും ഭീകരമായ പാതകമാണോ? അതൊരു സമരമാർഗമല്ലേ എന്ന് സുപ്രീം കോടതി പോലും അടുത്ത ദിവസങ്ങളിലാണ് ചോദിച്ചിട്ടുള്ളത്. അതേ ഈ വിഷയത്തിലല്ലെങ്കിൽ പോലും. അപ്പൊ അങ്ങനെ ഒരു സംഭവത്തിൽ ഇറങ്ങി വന്നിട്ട് ഇത്രയും ഭീകരമായിട്ട് ഇവരെ ഇങ്ങനെ അടിച്ച് തകർക്കുക, അവരുടെ തലമണ്ട പൊട്ടിക്കുന്ന രൂപത്തിൽ കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ മാത്രമല്ല ഒരിക്കൽ ശ്രീ എ പോലും സജീവൻ, ഇവരുടെ കയ്യിൽ ഈ ഉപയോഗിച്ച പത്തൽ എവിടെ നിന്ന് കിട്ടി എന്നുള്ളതൊരു ചോദ്യമാണ്. അത് ലാത്തിയല്ല, അത് അന്ന് തന്നെ ചോദിക്കുന്നതാണ് ശ്രീ എ സജീവൻ. പക്ഷെ ആർക്കും അതിന് മറുപടിയില്ല, ആരും അതിനോട്ട് മറുപടി പറയാൻ തയ്യാറുമല്ല. അത് പക്ഷെ പോലീസ് റിപ്പോർട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ വാഹനത്തിനൊപ്പം സഞ്ചരിക്കുന്ന ആളുകളുടെ കയ്യിൽ ഒരു മാരകായുധം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഈ ഡിപ്പാർട്ട്മെന്റ് അനുവദിച്ചിട്ടില്ലാത്ത, ഡിപ്പാർട്ട്മെന്റ് ജനങ്ങൾക്ക് നേരെ ഉപയോഗിക്കാൻ അനുവദിച്ചിട്ടില്ലാത്ത ഒരായുധം, ഒരു പത്തൽ എങ്ങനെയാണ് ഈ ഗൺമാന്മാരുടെ കയ്യിൽ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ എല്ലാവരും അന്ന് ചോദിച്ചിട്ടില്ലേ? എന്തെങ്കിലും മറുപടി കിട്ടിയോ? ഇല്ല, അതാണ് ആ മറുപടി ഇല്ലായ്മ മാത്രമല്ല, അതിനെ ന്യായീകരിക്കലാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ആളുകൾക്ക്, അവർ പോലീസുകാരനെ ആണെങ്കിൽ പോലും അവർ മുഖ്യമന്ത്രിയുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ട ആളുകളുടെ കയ്യിൽ തോക്കല്ലാതെ, റിവോൾവർ അല്ലാതെ മറ്റൊന്നും, ലാത്തി പോലും ഉണ്ടാവില്ല. അവരുടെ കയ്യിൽ ഇത്രയും ഭീകരമായി അടിച്ചൊതുക്കാൻ പറ്റുന്ന ആയുധം അവരുടെ കയ്യിൽ കിട്ടുന്നത് എങ്ങനെയെന്നുള്ള കാര്യം പ്രധാനപ്പെട്ടതാണ്. അപ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ വരുന്നത്. മാത്രമല്ല, താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഇത്തരം ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ, ഇത് പൂർണ്ണമായിട്ടും മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു കാര്യമാണ്, നടപടി എടുക്കേണ്ടതാണെന്ന് പറയുമ്പോൾ അതിനെ ഒതുക്കാൻ ശ്രമിക്കുന്നത് പോലും അതാണ്. അതുകൊണ്ടാണ് ഇവിടെ പോലീസുകാർ എല്ലാ കാലത്തും ഇപ്പൊ ശരിയാണ്, ജയേന്ദ്രൻ പറഞ്ഞ പോലെ രാജൻ കേസിന്റെ കാലത്തൊക്കെ ഉണ്ട്. പക്ഷെ അന്ന് അത് ഉണ്ടായി എന്നതുകൊണ്ട് ഇന്ന് ഇതിനെ ന്യായീകരിക്കേണ്ട കാര്യമില്ല. അന്നങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് നമ്മൾ പിന്നീട് അതിന് ശേഷമാണല്ലോ നമ്മൾ മാതൃകാ പോലീസ് എന്ന ഈ പേരിലൊക്കെ ഓമന പേരിട്ട് വിളിച്ചിട്ടുള്ളത്. മാതൃകാ പോലീസ് എന്ന് പറയുമ്പോൾ മാതൃകാ പോലീസ് സ്റ്റേഷന് മുകളിൽ അങ്ങനെ ബോർഡ് എഴുതി വെച്ചിട്ട് മാതൃകാ പോലീസ് ആയാൽ പോരാ. പോലീസ് ഏതൊരു രംഗത്താണെങ്കിലും, പ്രത്യേകിച്ച് ലോ ആൻഡ് ഓർഡറിന്റെ കാര്യത്തിലാണെങ്കിൽ അവര് മാതൃക കാണിക്കണം. അവര് അവർക്ക് പറഞ്ഞ കാര്യമേ ചെയ്യാൻ പാടുള്ളൂ. ഒരിക്കൽ പോലും ഈ നിയമത്തിനപ്പുറത്തേക്ക് കോടതി നടപ്പാക്കേണ്ട ശിക്ഷ പോലീസുകാർ നടപ്പാക്കേണ്ടതില്ല. അവര് തടയേണ്ട ഉണ്ടെങ്കിൽ തടയാം. അവര് അക്രമം കാണിക്കുന്ന ആളുകൾക്കെതിരെ മറ്റു കാര്യങ്ങളിലേക്ക് പോകാം. ഇപ്പൊ നമ്മൾ നേരിട്ട് വെടിവെച്ചാൽ ഇത് പരിഹരിക്കാവുന്ന ഒരു കാര്യമാണെന്ന് വിചാരിച്ച് വെടിവെക്കാൻ പറ്റും.